മധ്യ കേരളത്തിൽ 24-28 പ്രൊഡിക്ട് ചെയ്യുന്ന CNN News 18 LDF-ന്, അതേസമയം തന്നെ അല്പം എഡ്ജ് UDF-നുണ്ട് എന്നാണ്. 25-29, 16-20 വടക്കൻ കേരളത്തിൽ LDF-ന്. പക്ഷേ UDF-ന് വടക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം എന്നാണ് CNN News 18 പറഞ്ഞത്. 28-32 മാട്രിക്സിന്റെ കണക്കും UDF-ന് അനുകൂലമാണ്. 70 മുതൽ 75 വരെ UDF, 60 മുതൽ 65 വരെ LDF എന്നാണ്. നേരത്തെ അത് എൻ്റർ ചെയ്തത് തെറ്റിപ്പോയതാണ്. 70 മുതൽ 75 വരെ UDF, 60 മുതൽ 65 വരെ UDF. ബസന്ത് തുടരുന്നത്. ബസന്ത് ഇതുവരെ വന്ന 3 എക്സിറ്റ് പോളുകളും കേരളത്തിൽ UDF ഒരു സീറ്റിനെങ്കിൽ ഒരു സീറ്റിന് ഭരിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നതാണ്. 70-80 റേഞ്ചിൽ UDF സീറ്റുകൾ നേടുമെന്നും LDF എല്ലാം 58-60 റേഞ്ചിൽ കളിക്കുകയാണ്. അതായത് UDF വരും എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു. 3 എക്സിറ്റ് പോളുകളും UDF ഭരിക്കുമെന്ന് പറയുന്നു. ബസന്ത്. അല്ല അഭിലാഷ്, ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് LDF 55 മുതൽ 65 സീറ്റും UDF 75 മുതൽ 85 വരെ സീറ്റുകൾ നേടും എന്നുള്ളതാണ്. BJPക്ക് 3 സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അവർ പറയുന്നത് ഈ വോട്ട് ഷെയറിൻ്റെ കണക്കുകളാണ്. അതായത് ഗ്രാമീണ മേഖലയിൽ 44% വോട്ടുകളാണ് UDF-ന് ലഭിക്കുന്നത്. നഗരമേഖലകളിൽ 43-ഉം ഗ്രാമീണ മേഖലയിൽ 40% വോട്ടുകൾ മാത്രമേ LDF-നുള്ളൂ. 6% വോട്ടുകളാണ് ഈ പറയുന്ന ഗ്രാമീണ മേഖലകളിലും അർബൻ മേഖലകളിലും 6% വോട്ടുകൾ വീതമാണ് LDF-ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ നിർണായകമായ ഒരു കണക്കാണ് ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ക്ലിയർ എഡ്ജ് UDF-നുണ്ട് എന്ന് പ്രൊഡിക്ട് ചെയ്യുന്നൊരു സർവേ ഫലം വരികയാണ്. അത് NDTV-യുടേതാണ്. 75-85, 75 മുതൽ 85 സീറ്റുകൾ വരെ UDF കേരളത്തിൽ വിജയിക്കുമെന്നാണ് NDTV-യുടെ സർവേ പറയുന്നത്. LDF-ന് 55-65. BJPക്ക് സീറ്റില്ല. അതേ 0 ആണ്. അല്ല, BJPക്ക് 3 മുതൽ 3 വരെ, മറ്റുള്ളവർക്ക് സീറ്റില്ല. BJPക്ക് 3 സീറ്റ് വരെ. അതായത് ആക്സിസ് മൈ ഇന്ത്യ NDTV-യുടെ സർവേയിൽ പറയുന്നത് 75-85. UDF-ന്റെ കണക്കും അത് തന്നെയാണ്, 85 സീറ്റ് വരെ എന്നുള്ളത്. ഒരു പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ തവണ വളരെ കൃത്യമായി കേരളം പ്രൊഡിക്ട് ചെയ്ത ഏജൻസികളിൽ ഒന്നാണ്. ഇതുവരെ വന്ന എല്ലാ ഏജൻസികളും കേരളം UDF ഭരിക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. UDF-നെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആക്സിസ് മൈ ഇന്ത്യ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. ആക്സിസ് മൈ ഇന്ത്യ 75 മുതൽ 85 വരെ. അതായത് സാധാരണ ഉള്ള ഈ 70 എന്ന ഒരു കൺഫ്യൂഷൻ അപ്പുറത്തേക്കൊന്ന് ചാടി. മറ്റത് നോക്കൂ, ആ സ്ക്രീനിലേക്ക് നോക്കൂ. അതിലൊരു നെഞ്ചിടിപ്പിന്റെ എലമെന്റ് കൂടി ഉണ്ടല്ലോ. 70 News 18 പറഞ്ഞ 70-80, 71 വേണമല്ലോ മിനിമം. PMAർക്ക് പറഞ്ഞ 71-79 ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു നെഞ്ചിടിപ്പിന്റെ ഒരു ഘടകം കൂടി അവിടെ ഉണ്ട് എങ്കിൽ മാട്രിക്സ് പറയുന്നത് 70-75ആണ്. അവിടെ ഒരു ഭൂരിപക്ഷ പ്രശ്നം നിൽക്കുന്നു. പീപ്പിൾസ് പൾസ് പറയുന്നത് 75-85ആണ്. അത് ക്ലിയറായി വരുന്ന ഒരു സർവേ ഫലമായി നമുക്ക് എടുക്കേണ്ടി വരാം. അത് UDF-ന് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബസന്ത് ഇതുവരെ വന്ന ഒരു പ്രീ പോൾ സർവേയും ഒരു എക്സിറ്റ് പോളും LDF 70 കടക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആക്സിസ് മൈ ഇന്ത്യ 75-85 റേഞ്ചിൽ UDF-ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ UDF-നെ സംബന്ധിച്ച ഒരു നിശ്വാസമാണ്. വലിയ റെപ്യൂട്ടേഷൻ അവകാശപ്പെടുന്ന സ്ഥാപനമാണ് ആക്സിസ് മൈ ഇന്ത്യ. 75-85 എന്ന സ്കോർ അവർ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അഭിലാഷ്, അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അവർ നേരത്തെ കാണിച്ച ആ ഒരു ഫിഗറാണ്. അതായത് ഈ 6% വോട്ടാണ് LDF-ന് ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതേസമയം ഗ്രാമീണ മേഖലയിൽ 5% വോട്ട് വർധനയാണ് UDF-ന് ലഭിക്കുന്നത്. നഗരമേഖലകളിൽ 4% വോട്ട്. അതായത് വലിയ തോതിൽ 6% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സ്വിങ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 6% എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വിംഗ് ആണ്. 6% വോട്ട് LDF-ന് നഷ്ടപ്പെടുന്നു ഗ്രാമീണ നഗര മേഖലകളിൽ എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നതെങ്കിൽ വലിയ ഒരു തകർച്ചയിലേക്കായിരിക്കും LDF പോകുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന പ്രൊജക്റ്റഡ് ഫിഗറിന് അപ്പുറത്തേക്ക് UDF പോയാലും അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല, അവർ ഈ പറയുന്ന ആ റേഞ്ച് 75 മുതൽ 85 എന്നുള്ളത് കോൺഗ്രസിൻ്റെ അവർ വിലയിരുത്തി തന്നെയാണ്, UDF-ഉം വിലയിരുത്തിയിരുന്ന ഒരു ഫിഗർ തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായത് ആ ഒരു ഘടകമാണ്. അതായത് 6% വോട്ട് LDF-ന് നഗര ഗ്രാമീണ മേഖലയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അവിടെ വലിയ വ്യത്യാസമാണ്. വോട്ടിംഗ് പെർസെന്റേജിൽ 6% ഡിഫറൻസ് വരിക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമുക്ക് അത് ചിന്തിക്കാൻ കഴിഞ്ഞ അപ്പുറത്തുള്ള വലിയൊരു വേവാണ്, ഒരു വലിയ തരംഗമായി കാണേണ്ടി വരും. അതിനിപ്പോൾ സീറ്റിന്റെ കാര്യത്തിലുള്ള വ്യത്യാസത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അവർ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ആ ഇക്വേഷൻസ്?
അല്ല, തീർച്ചയായിട്ടും ഈ 6% സ്വിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഫിഗറാണ്. ഈ പറയുന്ന പ്രൊജക്റ്റഡ് ഫിഗർ 85 വന്ന് നിൽക്കുന്നുവെങ്കിലും ചിലപ്പോൾ അതിലപ്പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു പക്ഷേ VD സതീശൻ പറയുന്ന 100 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് ആ കണക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഈ പിന്നെ ആക്സിസ് മൈ ഇന്ത്യ നൽകുന്ന ഘടകം. മറ്റൊന്ന്, വനിതാ വോട്ടർമാരുടെ ഇടയിൽ UDF ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം, അതും അവർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. അതായത് സംസ്ഥാനത്താകമാനം ഇടതുമുന്നണിക്കെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ട്. 6% വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് സ്വിംഗ്. ആ ഒരു തകർച്ച സംസ്ഥാനത്ത് ഇടത് മുന്നണി നേരിടുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഈ ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. UDF 5% വോട്ട് മെച്ചപ്പെടുത്തുമ്പോൾ ഗ്രാമീണ മേഖലയിൽ 4% നഗരമേഖലകളിൽ അവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം NDAയും വോട്ട് ശതമാനത്തിൽ വലിയ വർധന നടത്തുന്നു. ഒരു 3%-ലധികം വോട്ടുകൾ ഈ രണ്ട് സ്ഥലത്തും NDA നേടുന്നു, അതായത് BJP നേടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഈ ഇടതുമുന്നണിയുടെ ആ നഷ്ടം ഒരുപക്ഷെ NDAയിലേക്ക് കൂടി അത് പോകുന്നു എന്നുള്ളതാണ്. UDFിലേക്ക് റിസൾട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. JVC പറയുന്നത് LDFന് 52 മുതൽ 61 സീറ്റുകൾ വരെയാണ്, UDFന് 72 മുതൽ 84 വരെ സീറ്റുകൾ, NDAക്ക് 3 മുതൽ 7 വരെ സീറ്റുകൾ. അവളത് വോട്ട് ശതമാനത്തിന്റെ കണക്കിൽ പറഞ്ഞാൽ LDF 37.35% വോട്ടുകളും UDF 42.34% വോട്ടുകളും NDA 18.08% വോട്ടുകളും ഇപ്പോൾ അനുസരിച്ചാണെങ്കിൽ, ഇപ്പോൾ ബസന്ത് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ 37.35% LDFിന്റെ വോട്ട് ഷെയർ ആയി കാണിക്കുന്നത്. 42.34% UDFിന്റെ വോട്ട് ഷെയർ കാണുന്നു. മാത്രമല്ല BJPയുടെ വോട്ട് ഷെയറിലും 18%-ലേക്ക് 15-18 വർധനം ഉണ്ടാകുന്നുള്ള ഒരു പ്രഡിക്ഷൻ കൂടി അവിടെ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ വ്യത്യാസത്തിലേക്ക് പോകുന്നു. 72-84 എന്നാണ് സീറ്റായി അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ 52-61 LDFിനുള്ളൂ എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിൽക്കുന്നത്. ABPയുടെ കേരളത്തിന്റെ പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്. ABP 58 മുതൽ 64 വരെ സീറ്റുകൾ LDFന്, 72 മുതൽ 80 വരെ സീറ്റുകൾ UDFന്, 3 മുതൽ 7 വരെ സീറ്റുകൾ BJPക്ക്. ചാണക്യ സ്ട്രാറ്റജീസിന്റെ പ്രൊജക്ഷനാണിത്. ചാണക്യ സ്ട്രാറ്റജീസ് ABP ന്യൂസിന് വേണ്ടി പ്രൊജക്ട് ചെയ്യുന്നു. കേരളത്തിൽ LDFന് 58 മുതൽ 64 വരെ സീറ്റുകൾ, UDFന് 72 മുതൽ 80 വരെ സീറ്റുകൾ, മറ്റുള്ളവർക്ക് അതായത് BJPക്ക് 3 മുതൽ 7 വരെ സീറ്റുകൾ. ABP കേരളം, അതായത് ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളും UDFനൊപ്പമാണെന്ന് മാത്രമല്ല UDFന് ക്ലിയർ മെജോറിറ്റി പ്രൊജക്ട്